മുടി. പേരോട് ഞാൻ ആയിരക്കണക്കിന് മുടികളില്ല എന്ന് പറഞ്ഞാൽ, നിഷേധിച്ചാൽ കൃത്യമായി കാന്തപുരത്തിന്റെ മകനെതിരുള്ള പ്രസ്താവനയില്ലേ? അപ്പൊ കാന്തപുരത്തിന്റെ മകൻ കള്ളനാവൂലേ? അവ നിങ്ങൾ തയ്യാറാവില്ല. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി താൽക്കാലികമായി ഇങ്ങനെയുള്ള ചില ചപ്പടി പദ്ധതി സ്വീകരിച്ച് ഞാൻ റെഡി, ഞാൻ അബുദാബി പോകാണ്, 25 അവിടെ ഉണ്ട്, പാണക്കാട് മുനവർ തങ്ങമാണ്, കൂട്ടാ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്വീകാര്യാണ്, ഞാൻ ഒറ്റ പോക്കല്ലാതെ തിരിച്ചു വരണമല്ലാതെ തയ്യാറാവില്ല. നിനക്കറിയാം. അല്ല, തയ്യാറാണെങ്കിൽ ഏത് നിമിഷവും ഞാൻ റെഡി. പേരോട് തയ്യാറാകുമെങ്കിൽ തയ്യാറാകണം. തയ്യാറാകാതെയുള്ള ഈ ഒഴിഞ്ഞുമാറ്റം അദ്ദേഹത്തിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എനിക്ക് അവസാനമായി നിർത്താനുള്ളത്, ഞാൻ അല്പസമയം സംശയ നിവാരണത്തിന് ബാക്കി വെക്കുകയാണ്. ഈ വിഷയത്തിൽ സംഗതി സത്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. അസത്യം പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. പക്ഷെ ഈ വിഷയത്തിൽ ഇതിന്റെ സനദ് ഇവരെ കൈവശമെല്ലാം സ്ഥിരപ്പെട്ട പശ്ചാത്തലത്തിൽ ഇത് നബിതങ്ങളുടെ മുടിയല്ല എന്ന് സ്ഥിരപ്പെടുന്ന ഇതിന്റെ അസാമാന്യമായ നീളവും സംഖ്യയുടെ വർധനവും അതോടൊപ്പം എല്ലാം ഖണ്ഡിതമായി തീർക്കുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ കത്തുവാദോടുകൂടി തങ്ങളെ മുടിയല്ല സ്ഥിരപ്പെട്ടു. പിന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് കള്ളം ഇതിനകം ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പടച്ച റബ്ബിനെ പേരുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിനോട് ആദരവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ മുടിയൊന്ന് പിൻവാങ്ങിക്കോ. ഈ മുടിയൊന്ന് പിൻവാങ്ങാത്ത പക്ഷം അന്തസ്സുള്ള നട്ടമുള്ള സംഘടന അപ്പുറത്തുണ്ടെങ്കിൽ കാന്തപുരത്ത് നിങ്ങൾ ഈ സംഘടന മാറ്റി വെക്കുകയും ചെയ്തു. കാരണം എങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മതസംഘടന, സുന്നത്ത് മത സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് മാന്യമായ രീതി. ആ രീതി കൈക്കൊള്ളേണ്ട ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വീണ് കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. ആത്മാർത്ഥമായ തൗബ, പശ്ചാത്താപം, തെറ്റുകൾ പിൻവാങ്ങിയല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. മറ്റൊരു ഗൗരവതരമായ വിഷയന്റെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു തങ്ങളെ ഈ സമൂഹത്തിൽ അവമതിക്കപ്പെടുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യം ബഹുമത സമൂഹങ്ങൾ ജീവിക്കുന്ന രാജ്യ. ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതനിഷേധികളും ജീവിക്കുന്ന ഈ രാജ്യത്ത് ഈ ഗ്രാമങ്ങൾ തോറും ടൗണുകളിലും വ്യാപകമായി പരസ്യമായി പ്രവാചകരുടെ മുടിയിട്ട വെള്ളം എന്ന പ്രവാചകരുടെ മുടിയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കാത്തവർ മുസ്ലിം സുഹൃത്തുക്കൾ. അവർക്ക് പ്രവാചകനെ അവമതിക്കുന്നവരും എന്നിട്ട് എന്തൊക്കെ തരത്തിലത് ആ മുടികൾക്കുള്ള വിശദീകരണം കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് കാന്തപുരം അബൂത്തുൽ റഹ്മാനിന്റെ അന്ന് മുടി ഹജ്ജത്തിന് വരാൻ തലമുടി വടിച്ചപ്പോൾ കൊടുത്തെടുത്തിട്ട് വിതരണം ചെയ്ത മുടിയാണ് കാന്തപുരത്തിന് കിട്ടിയത്. കാന്തപുരത്തെ ശിഷ്യൻ താഹിർ സക്കാഫി എന്ന ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, ആ മുടിയുടെ മഹത്വം കേൾക്കണോ? ഒരു മുടി പുന്നാര റസൂലുള്ളാഹിന്റെ തലയിലെ മുടിയാണ്, ഒരു മുടി താടിയിലെ മുടിയാണ്, മറ്റൊരു മുടി കയ്യിലെ മുടിയാണ്. നബി കയ്യിലൊക്കെ മുടി ഇങ്ങനെ പറിച്ചു കൊടുക്കല്ലേ ആൾക്കാർക്ക്? എന്താണ് ഈ പറയുന്നത്? ഈ തരത്തിൽ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ജനസമൂഹത്തിൽ തങ്ങളെപ്പോലും ഇകഴ്ത്തി കാണിക്കുന്ന മിനിമം തങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. തൗബ ചെയ്തോ. ഇന്നല്ലതിനെ യുദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവും തന്റെ റസൂലിനും ഈ വിഷമമുണ്ടാക്കുന്ന ആളുകൾ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹു ഒരു ദുനിയാവിലും ആഖിറത്തും ശപിച്ചു, അല്ലാഹുവിന്റെ റഹ്മത്തിനും മാറ്റി നിർത്തിയിട്ടുണ്ട്. വലഹും അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷ അവർക്കുണ്ടെന്ന് പടച്ച റബ്ബ് തന്റെ ഖുർആൻ പറഞ്ഞ ഗൗരവതരമായ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് ഇത് കൃത്യമായി തങ്ങളുടെല്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ സജ്ജരാവുക, പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ രക്ഷിക്കുക എന്ന് വിനയപൂർവ്വം ഓർത്തുകയാണ്. അവസാനമായൊരു വാക്ക് കൂടി, എന്റെ ഞങ്ങൾ സംഘടന ഇതിൽ രംഗത്തിറങ്ങാൻ കാരണം ചോദിച്ചേക്കാം, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ആ വിവാദത്തിനെയും പോയിക്കോട്ടെ, മുടിയോ പ്രശ്നമോ എന്നാൽ എന്തൊക്കെ നടത്താറുണ്ട്, നിങ്ങൾ ഇതിനാ നാട്ടിൽ വിവാദമാക്കിയത്? ഞാൻ കൃത്യമായ മറുപടി ഉണ്ട്. ഇനി ഞങ്ങൾ ചർച്ചയ്ക്ക് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ചരിത്രത്തിന്റെ ഭാഗമാവുക. കാന്തപുരത്തിന്റെ കൈവശം ഇവിടെ മുടിയുണ്ട് എന്ന് സ്ഥിരപ്പെടും. ഖിയാമത്ത് നാൾ വരെയുള്ള ലോക മുസ്ലിം ജനസമൂഹം വഞ്ചിട്ട് അവരൊക്കെ വഞ്ചിക്കപ്പെടുന്നതിൽ സാഹചര്യം ഇല്ലാതെയാക്കാൻ ഇത് തിരുത്തപ്പെടേണ്ട അനിവാര്യ സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മാന്യമായ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നപ്പോൾ നമ്മൾ പരസ്യമായി രംഗത്ത് വന്നത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ നിരപരാധികളാണ്. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജം ആരോപിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുക, ഇത് മാത്രമാണ് നാം ചെയ്തത്. റബ്ബ് സുബ്ഹാനഹു വ തആല AP വിഭാഗത്തിലെ പ്രവർത്തകന്മാർക്കും നമുക്കും എല്ലാവർക്കും സത്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി സുന്നത്ത് ജമാഅത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ
തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് വിരാമകരിക്കുന്നു. കേട്ട നിങ്ങൾക്കൊക്കെ നന്ദി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഇനി സംശയ നിവാരണത്തിന് നമുക്ക് കുറച്ച് അവസരം നീക്കി വെക്കാം ഇൻഷാ അല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട തുറന്ന അവസരം സംശയത്തിന് മുമ്പ് അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, നേരത്തെ വെച്ച ക്ലിപ്പ് ഇവിടുന്ന് സ്റ്റീരിയോ മിക്സിന്റെ ചെറിയ പ്രശ്നങ്ങളാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് ആ 2 ക്ലിപ്പുകളും നിങ്ങൾക്ക് വെച്ചു തരുന്നതാണ്. ആദ്യം പേരോട് കുറ്റ്യാടിൽ നിന്ന് വെല്ലുവിളി സ്വീകരിക്കുന്നതായിട്ട് വന്ന ആ ക്ലിപ്പാണ് വെക്കുന്നത്. അബ്ദുസ്സമദ് വെക്കും. അബ്ദുസ്സമദിനെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഓരോ മുടി എവിടുന്ന് കിട്ടിയ കൊല്ലത്തെ ഒരു സ്ഥലത്ത് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു സംഭവമല്ലല്ലോ. അങ്ങനെ പറയാനൊരു കഴിയില്ല എന്ന് ആ ഉസ്താദ് പറഞ്ഞത് ഞാൻ അനുസ്മരിക്കുകയാണ്. ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ ഉണ്ടായി ചരിത്രത്തിൽ രേഖല്ലല്ലോ നമ്മൾ ചോദിക്കുമ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇസ്ലാമികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു ഗൗരവകരമായ വിഷയമാണ്. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് പേരോട് ചോദ്യം ചെയ്യാം. ആര് പറഞ്ഞു ആയിരക്കണക്കിന് മുടിയുണ്ട്? ഞങ്ങൾക്ക് തന്ന റബിന്റെ അടുത്ത് ആയിരക്കണക്കിന് മുടിയുണ്ട്. ആര് പറഞ്ഞു? ഏത് പത്രത്തിലൊന്നു നോക്കുന്നു നിഷേധിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, കുര്യാട് നബി ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാണ്? മലയാളികൾ പഠിച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ശൈഖ് അഹ്മദ് ഖസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ, ഒന്ന് ഞാൻ ഒരാൾക്ക് സഹോദരന്മാരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഉടൻ തന്നെ വെക്കാം. നമ്മുടെ സ്റ്റീരിയോ മിക്സ് ചെറിയ പ്രശ്നമായതുകൊണ്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേതാ വെക്കാം. മൂന്ന് കൊല്ലം മുമ്പ് തന്നെ അതുണ്ടോ? അതിനുണ്ടായിരുന്നോ? മനസ്സിലാക്കാറോ? എന്റെ ഒന്നാമത്തെ കേസിൽ കേരളത്താകെ എല്ലാ പോരാട്ടന്മാരും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുളിപ്പിച്ച് കിടക്കുന്നതാണ്, ഇന്ന് പുറപ്പിച്ച് കിടക്കുക. ഇയാൾ എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. നമുക്ക് ഈ വിഷയം പോകുന്ന ദിവസം എനിക്ക് 7 ദിവസം ടെലിഫോൺ ചെയ്തോ വാങ്ങിക്കോ, ഞാൻ റെഡി, 5 പൈസ തരണ്ട. 7
5 തീയതി അബൂദാബിയിലുണ്ടായിരുന്നല്ലോ. അടുത്ത് അങ്ങനൊക്കെ ഒന്നും വേണ്ട മോനെ. ഒരു മധ്യസ്ഥനാവേണ്ട അഹമ്മദ് ഹസരക്ക് നല്ല പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം, പാണക്കാട് തള്ളന്മാരറിയാം. മർക്കസിൽ വന്നിട്ട് പിതാവ് ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്വരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് ഉലമറി ശിഹാബ് തങ്ങളിൽ മറ്റോ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുലമറി ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ്. എനിക്ക് അവരുണ്ടാവുക സഹോദരന്മാരെ. അത് ശരി, നിങ്ങൾ കാര്യം മനസ്സിലാക്കണോ? മുജാഹിദ് ഇങ്ങനത്തെ മുഴുവൻ വാദികളെയും ഇരുത്തിയിട്ടാണ് ഞങ്ങളെ പങ്കെടുക്കുന്നത്. നിങ്ങളാണ് ഞങ്ങൾക്കൊരു പ്രശ്നം. വള്ളത്തൊരീക്കാർ വേറെ ഉണ്ട്, ഒരു സിഹറക്കം നോക്കി അതിനെക്കാളും ഒരിക്കലും ചെയ്യാൻ പറ്റും. അപ്പോൾ സഹോദരന്മാർ, ഒന്നാമത്തെ ക്ലിപ്പ് കേട്ട് കാണും. ഇനി യഥാർത്ഥത്തിൽ കുറ്റ്യാടിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഉസ്താദ് വിശദീകരിക്കുന്ന യഥാർത്ഥ സീഡിയാണ് ഇടാൻ പോകുന്നത്. ആയിരക്കണക്കിന് മുടികളുണ്ടെങ്കിൽ ഈ ഓരോ മുടി എവിടെ കിട്ടിയ കൊല്ലത്തെ ഒരു സ്ഥലത്ത് പറയേണ്ടി വരും. കാരണം ഇങ്ങനെ സംഭവമല്ലല്ലോ. അങ്ങനെ പറയാനൊരു കഴിയില്ല എന്ന് ആ ഉസ്താദ് പറഞ്ഞത് ഞാൻ അനുസ്മരിക്കുകയാണ്. ആയിരക്കണക്കിന് മുടികൾ എങ്ങനെ ഉണ്ടായി ചരിത്രത്തിൽ രേഖല്ലോ നമ്മൾ ചോദിക്കുമ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇസ്ലാമികമായി സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു ഗൗരവകരമായ വിഷയമാണ്. അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് പേരോട് ചോദ്യം ചെയ്യാം. ആരോടുള്ള ആയിരക്കണക്കിന് മുടിയുണ്ട്? ഞങ്ങൾക്ക് തന്നറക്കിന്റെ ആയിരക്കണക്കിന് മുടിയുണ്ട്. ആരോട് ഏത് പത്രത്തിലൊന്നും നോക്കുന്നോ നിഷേധിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, കുരിയാടിന് ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാ വന്നത്? എതിരാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ശൈഖ് അഹമ്മദ് ഹസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ. ഒന്ന് ഞാൻ ഒരാൾ അപ്പോൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്റ്റീരിയോമിക്സ് ഇവിടെ കേട്ടിരുന്നില്ല വ്യക്തമായിട്ട്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിനുള്ള അവസരമാണ്. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മുടെ ക്ലാസ് റൂമിൽ ചോദിച്ച ആവർത്തിച്ച് ആ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കരുതെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രസക്തമായ ചോദ്യങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു.